എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ജീനിയസ് ആക്ട്, എന്താണ് സ്റ്റേബിൾ കോയിൻസ് ആക്ട്. എന്തുകൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഈ ഒരു ക്രിപ്റ്റോ പോളിസികളിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ളതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഈ ഒരു ജീനിയസ് ആക്ട്. എങ്ങനെയാണ് ഇത് US ഡോളറിനെ അഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഗ്ലോബൽ കറൻസികളിനെ അഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ബിറ്റ്കോയിനെ അഫക്ട് ചെയ്യുന്നത്, പോസിറ്റീവായിട്ട് ബാധിക്കുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്നെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മൾ ഇന്നലെ സെനറ്റർ ബിൽ ഹാഗർട്ടിന്റെ ട്വീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പറയുന്നത് നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച, ദ സെനറ്റ് വിൽ മേക്ക് ഹിസ്റ്ററി വെൻ വി പാസ് ദ ജീനിയസ് ആക്ട് ദാറ്റ് എസ്റ്റാബ്ലിഷസ് ദ ഫസ്റ്റ് എവർ പ്രോ ഗ്രോത്ത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ പേയ്മെന്റ് സ്റ്റേബിൾ കോയിൻസ്. ദിസ് bill will cement US dollar dominance, protect customers, increase demand for US treasuries, and ensure that innovation in the digital asset space is in the hands of the United States of America, not our adversary. അത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഈ ഒരു ജീനിയസ് ആക്ട്, ഈ ഒരു സ്റ്റേബിൾ കോയിൻ ആക്ട് സെനറ്റിൽ പാസ്സാക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ US ഡോളറിന്റെ ഡൊമിനൻസ് ഗ്ലോബലി വലിയ രീതിയിൽ കൂടും. അതേപോലെ തന്നെ US ട്രഷറീസിന് ഡിമാൻഡ് കൂടും. അതേപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ അസറ്റ് സ്പേസിൽ ഏറ്റവും കൂടുതൽ ഒരു അപ്പർ ഹാൻഡ്സ് ഉണ്ടാവാൻ പോകുന്നത് അമേരിക്കക്കായിരിക്കും, ബാക്കിയുള്ള മറ്റുള്ള അമേരിക്കയുടെ കോമ്പറ്റീറ്റേഴ്സിനായിരിക്കില്ല എന്നുള്ളതാണ് സെനറ്റർ പറയുന്നത്. ഈ ഒരു സെനറ്റർ തന്നെയാണ് ഈ ഒരു ബില്ല് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇതേ ഒരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സ്കോട്ട് ബെസന്റ്, അതായത് ഇപ്പോൾ നിലവിൽ ട്രംപിന്റെ US ട്രഷറി സെക്രട്ടറി പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. റീസെന്റ് ഉള്ള ഒരു പ്രസ് മീറ്റിലെ പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നു, വി ആർ ഗോയിങ് ടു കീപ് ദ US ദ ഡോമിനന്റ് റിസർവ് കറൻസി ഇൻ ദ വേൾഡ് ആൻഡ് വി വിൽ യൂസ് സ്റ്റേബിൾ കോയിൻസ് ടു ഡു ദാറ്റ്. അതായത് ഇനി വരുന്ന കാലങ്ങളിലും US ഡോളർ തന്നെ ആയിരിക്കും ഒരു ഗ്ലോബൽ റിസർവ് കറൻസി. അതായത് ഇപ്പോൾ അതിന് കുറച്ച് ത്രെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളും ബ്രിക്സിന്റെ റൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും US ഡോളറിന്റെ ഈ ഒരു റിസർവ് കറൻസി സ്റ്റാറ്റസ് പോകാൻ പോകുന്നു എന്നുള്ള ഒരുപാട് എന്താ പറയുക, ഒരു നെറേറ്റീവ് എല്ലാം നമുക്ക് അവിടെയും ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ US ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത്, അതായത് വരുന്ന വർഷങ്ങളിലും US ഡോളർ തന്നെ ആയിരിക്കും ഒരു ഡൊമിനന്റ് റിസർവ് കറൻസി. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേബിൾ കോയിൻസ് യൂസ് ചെയ്യും എന്നാണ് US ഗവൺമെന്റ് ഇപ്പൊ പറയുന്നത്. എന്തുകൊണ്ടാണ് സ്റ്റേബിൾ കോയിൻസിനെ ഇത്രമാത്രം വലിയ രീതിയിൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, റെഗുലേറ്റ് ചെയ്യുന്നത്? ഇതിന്റെ യൂസബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ഇത് ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ എന്തിനാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ജീനിയസ് ആക്ടിന്റെ ഈ ഒരു ആക്ടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു PDF നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു പഠിക്കാവുന്നതാണ്. ഞാൻ ഇതിന്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാവുന്നതാണ്. നമ്മളതിൻ്റെ ഒരു സമ്മറി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എന്താണ് ജീനിയസ് ആക്ട്? ജീനിയസ് ആക്ടിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗൈഡിംഗ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ ഇന്നോവേഷൻ ഫോർ US സ്റ്റേബിൾ കോയിൻസ്. ഇതാണ് ജീനിയസ് എന്നുള്ളതിന്റെ ഫുൾ ഫോം. ഓക്കെ, നമ്മളതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. അതായത് ഇനി മുതൽക്ക് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നതോട് കൂടിയിട്ട് തന്നെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവേഴ്സിന് മാത്രമാണ് സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് സബ്സിഡറീസ് ഓഫ് ഇൻഷുർഡ് ബാങ്ക്സ്, ഫെഡറലി സ്റ്റേറ്റ് അപ്രൂവ്ഡ് നോൺ ബാങ്ക്സ്, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമാണ് സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്യാൻ പാടുകയുള്ളൂ. അതായത് US ഡോളർ ബാക്ക്ഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂവൻസ്, അതായത് മറ്റുള്ള ഏതെങ്കിലും ചെറിയ കമ്പനികളോ അല്ലെങ്കിൽ ഓഫ് ഷോർ എൻറ്റിറ്റികളോ മറ്റുള്ള വേറെ രാജ്യത്തുള്ള കമ്പനികൾക്കോ അത്തരത്തിലുള്ള കമ്പനികൾക്കൊന്നും US ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അത് പ്രൊഹിബിറ്റഡ് ആണ്. അവർക്ക് ലോ എൻഫോഴ്സ്മെന്റ് ആക്ഷൻസും ഒക്കെ നേരിടേണ്ടി വരും. ഓക്കെ, അതേപോലെ തന്നെ ഓരോ ഇഷ്യൂ ചെയ്യുന്ന US ഡോളർ സ്റ്റേബിൾ കോയിൻസിനും 1:1 ആയിട്ട് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള റിസർവ് അസറ്റ് അവർ കീപ്പ് ചെയ്യണം. അതിപ്പോൾ ക്യാഷ് ആവാം, US ഡോളർ ആയിരിക്കാം, അല്ലെങ്കിൽ ട്രഷറി ബില്ലുകൾ, ട്രഷറി നോട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഡെപ്പോസിറ്റുകളായിരിക്കാം. ഈ റിസർവ്, അതായത് ഓരോ ഡോളർ ബ്ലോക്ക് ചെയിനിൽ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റേബിൾ കോയിൻസിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിസർവ് എല്ലാ മാസവും അവർ പബ്ലിഷ് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾ ഫെഡറൽ ഓവർസൈറ്റിലായിരിക്കും. അതായത് ഈ ഒരു ചെറിയ ചെറിയ കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ ഈ ഒരു ലോ എന്ന് പറയുന്നത് സ്റ്റേറ്റിനാണെന്നുണ്ടെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റേബിൾ കോയിൻസിന്റെ ടോട്ടൽ വാല്യൂ $10 ബില്യൺ മുകളിൽ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനികൾക്ക് മീതെ ഒരു ഫെഡറൽ ഓവർസൈറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവിടെ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ആക്ട് പാസ്സാക്കുന്നതോടുകൂടിയിട്ട് ഒരു സ്റ്റേബിൾ കോയിൻസിനൊക്കെ ഒരു ലീഗൽ ക്ലാരിറ്റി വരും. ഇന്റർനാഷണലി ഉള്ള ഒരു എന്താ പറയുക, ഒരു ക്രോസ് ബോർഡർ സ്റ്റേബിൾ കോയിൻ ഇന്ററോപ്പറബിലിറ്റി കാര്യങ്ങൾ ഒക്കെ
ഇത് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത് കൂടിയിട്ട് ഉണ്ടായി വരും മറ്റുള്ള ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അതായത് മെയിനായിട്ട് ഇപ്പോൾ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഈ ഒരു USDT USDC ഒക്കെ പോലുള്ള സ്റ്റേബിൾ കോയിൻസിന് കംപ്ലീറ്റ്ലി ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈവൻ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകൾ തന്നെ ഇഷ്യൂ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിനൊരു ലെജിറ്റിമസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേബിൾ കോയിൻ ആക്ട് $നെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് $, സ്റ്റേബിൾ കോയിൻസിന്റെ ഡിമാൻഡ് കൂടുന്തോറും അത് ഓട്ടോമാറ്റിക്കലി ട്രഷറി ബോണ്ടുകൾക്കും ഒരു ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്യുമ്പോഴും അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ട്രഷറി ബോണ്ടുകൾ ഇത്തരത്തിലുള്ള കമ്പനികൾ, ബാങ്കുകൾ അവരുടെ കസ്റ്റഡിയിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ട്രഷറി ബോണ്ടുകൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. സോ അത് വലിയൊരു ഡിമാൻഡാണ്. അപ്പോൾ എത്രത്തോളം $, സ്റ്റേബിൾ കോയിൻസ് ഗ്ലോബലി യൂസ് ചെയ്യുന്നു, അതിന്റെ സർക്കുലേഷൻ കൂടുന്നോ അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ട്രഷറി ബോണ്ടുകൾക്കും വലിയൊരു ഡിമാൻഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ അതായത് സ്റ്റേബിൾ കോയിൻസിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് $246 ബില്യൺ ആണ്. അത് തന്നെ ടെത്തറും സർക്കിളും മാത്രം ഇഷ്യൂ ചെയ്യുന്ന, അതായത് USDTയും USDCയും മാത്രം ഈ രണ്ട് കമ്പനികൾ തന്നെ ഹോൾഡ് ചെയ്യുന്നത് അറൌണ്ട് $200 ബില്യൺ ട്രഷറി ബോണ്ടുകളാണ്. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രഷറി ബോണ്ടുകൾ ഹോൾഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഒന്നാം സ്ഥാനത്ത് ജപ്പാൻ ഉണ്ട്. $1.1 ട്രില്യൺ ട്രഷറി ബോണ്ടുകളാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടൊരു 10ോ 11ാമത്തെ സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ $240 ബില്യൺ ആണ് ഇന്ത്യ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും വർഷങ്ങളായിട്ട് ഇന്ത്യ എന്നുള്ളൊരു രാജ്യം വാങ്ങിയത്രയും ട്രഷറി ബോണ്ടുകളാണ് ഈ രണ്ട് കമ്പനികൾ, അതായത് ഈ ഒരു ക്രിപ്റ്റോ കമ്പനികളായിട്ടുള്ള രണ്ട് കമ്പനികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ US ഗവൺമെന്റിന് ഇത് മനസ്സിലായി. അതായത് ഇപ്പം നിലവിൽ ഫോറിൻ രാജ്യങ്ങളെക്കാളും കൂടുതൽ ട്രഷറി ബോണ്ടുകൾ വാങ്ങിക്കുന്നത് ക്രിപ്റ്റോ കമ്പനികളാണ്. ഈ USDT USDC ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളെ റെഗുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ന്റെ ഒരു ഭാഗമാക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് നിന്ന് തന്നെ വലിയൊരു ഡിമാൻഡ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ മുന്നേയുള്ള ഗവൺമെന്റ് ഒക്കെ ചെയ്തത് ഇത്തരത്തിലുള്ള കമ്പനികളെ ഡിസ്കറേജ് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് മൂവ് ചെയ്യിക്കുകയാണ് ചെയ്തത് അല്ല. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിലോട് കൂടിയിട്ട് ഗവൺമെന്റിന് അത് ഒരു ബെനിഫിറ്റ് ആക്കി എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതിലൂടെ തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ ഒരു ഗവൺമെന്റിന് അവരുടെ ട്രഷറി ബോണ്ടുകൾക്ക് ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ ഒരു ട്രഡീഷണൽ ബയേഴ്സിനെ ഈ ഒരു പുതിയ ഡിമാൻഡുമായിട്ട് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയെല്ലാം വളരെ വലിയ രീതിയിലാണ് ട്രഷറി ബോണ്ടുകളുടെ ബൈയിങ് കുറച്ചിരിക്കുന്നത്. ഇപ്പോൾ 2010 ഏകദേശം $1.3 ട്രില്യൺ ആണ് ഡോളറിന്റെ വർത്ത് ഓഫ് ട്രഷറി ബോണ്ടുകളാണ് ചൈന ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതിനുശേഷം ചൈന ഒരു പവർഫുൾ ആയിട്ടുള്ള കൺട്രി ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഈ ഒരു ട്രഷറി ബോണ്ടുകൾ വാങ്ങിക്കുന്നത് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാങ്ങിക്കുന്നത് മാത്രമല്ല അവർ സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അവരുടെ ഹോൾഡിങ്സ് എന്ന് പറയുന്നത് വെറും $765 ബില്യൺ ആണ്. അത് ഇത്രയും വലിയൊരു രാജ്യം, അതായത് ന്റെ 3ാമത്തെ ഹോൾഡറാണ്. ഇപ്പോൾ റീസെന്റ് ഇന്നലത്തെ ന്യൂസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK ചൈനനെ ഓവർടേക്ക് ചെയ്തിട്ട് 2ാമത്തെ ഏറ്റവും വലിയ ട്രഷറി ഹോൾഡറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബലിലുള്ള മറ്റുള്ള രാജ്യങ്ങൾക്കിടയിൽ ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നരേറ്റീവ് ഉണ്ട്. അതായത് ഡോളർ റിസർവ് കറൻസി എന്നുള്ളൊരു സ്റ്റാറ്റസിൽ നിന്നും മാറ്റി വേറൊരു റിസർവ് കറൻസി വരണം എന്നുള്ളൊരു നരേറ്റീവ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആന്റി ഡോളർ ഒരു രാജ്യങ്ങളെല്ലാം മറ്റുള്ള ഒരു സൈഡിൽ ഫോം ആവുന്നുണ്ട് അല്ല. ഇപ്പോൾ ബ്രിക്സിന്റെ റൈസ് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഗ്ലോബലി മറ്റുള്ള രാജ്യങ്ങൾ ട്രഷറി ബോണ്ടുകൾ വാങ്ങിക്കുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോളർ സ്റ്റേബിൾ കോയിൻസ് റെഗുലേറ്റ് ചെയ്യുന്നതും അതിലൂടെ ഈ ഒരു ട്രഷറി ബോണ്ടുകൾക്ക് വീണ്ടും വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അവർ നോക്കുന്നതും. അപ്പോൾ ഇത്തരത്തിൽ ഡോളറിന്റെ ഈ ഒരു സ്റ്റേബിൾ കോയിൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് കൂടിയിട്ട് തന്നെ ഗ്ലോബലി ഈ സ്റ്റേബിൾ കോയിൻസിന്റെ സർക്കുലേഷന് കാര്യങ്ങളൊക്കെ കൂടും. ഈ ഒരു റിസർവ് കറൻസി സ്റ്റാറ്റസ് എന്നുള്ള ഈ ഒരു പദവി അവർക്ക് നിർത്താനും സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഡോളർ ഹെജ്മണി ഒന്നുകൂടി റീഎൻഫോഴ്സ് ചെയ്യാൻ ഈ ഒരു സ്റ്റേബിൾ കോയിൻസ് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ സ്റ്റേബിൾ കോയിൻസ് ഒരു പ്രൈമറി ഗ്ലോബൽ പേയ്മെന്റ് റെയിലായിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. സോ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ തന്നെയാണ് ഒരു ഗ്ലോബലി യൂസ് ചെയ്യുന്ന ഒരു റിസർവ് കറൻസി അല്ലെ. അപ്പോൾ അത് മറ്റുള്ള ആ ഒരു സ്റ്റാറ്റസ് മറ്റുള്ള കറൻസികൾക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേബിൾ കോയിൻസ് കുറച്ചും കൂടി ഈസി ആക്കുക, ആളുകൾക്ക് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും
ആളുകൾ വീണ്ടും ഈ ഒരു US ഡോളർ തന്നെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് സ്റ്റേബിൾ കോയിൻസ് എങ്ങനെയാണ് ഗ്ലോബലിയുള്ള മറ്റുള്ള കറൻസികൾക്കും മറ്റുള്ള രാജ്യങ്ങൾക്കും എസ്പെഷ്യലി ബ്രിക്സ് പോലുള്ള രാജ്യങ്ങൾക്കും അവരുടെ ഈ ഒരു ഡോളറൈസേഷൻ എന്നുള്ളൊരു മൂവ്മെന്റിനൊക്കെ എങ്ങനെയാണ് അതൊരു വലിയൊരു തിരിച്ചടി എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം റീസെന്റ് ആയിട്ട് ബ്രിക്സ് പോലുള്ള രാജ്യങ്ങളെല്ലാം ഒരു ആൾട്ടർനേറ്റീവ് റിസർവ് കറൻസി വേണം എന്നുള്ള ഒരു നരേറ്റീവ് എല്ലാം ബിൽഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ. അതായത് ഗോൾഡ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു റിസർവ് കറൻസി വേണം, നമുക്ക് US ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് US ഡോളർ ആയിട്ട് ഫൈറ്റ് ചെയ്യണം, ഒരു US ഡോളറിന്റെ ഈ ഒരു ഗ്ലോബലി ഉള്ള ഒരു ഡൊമിനൻസ് കുറയ്ക്കണം എന്നുള്ള ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനെല്ലാം വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു US ഡോളറിന്റെ ഗ്ലോബലി ഉണ്ടാവുന്ന ഈ ഒരു ഡൊമിനൻസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഒരു വശത്ത് ഇപ്പൊ ഇത്തരത്തിലുള്ള ബ്രിക്സ് പോലുള്ള രാജ്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഗോൾഡ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു റിസർവ് കറൻസി ഒക്കെ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ട്രാൻസ്പെറന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഒന്നാമത് ഇതിന്റെ പുറകെ ചൈന, റഷ്യ പോലുള്ള ഗ്ലോബലി ഒരു വലിയൊരു സ്വീകാര്യത ഇല്ലാത്ത രാജ്യങ്ങളാണ്. അത് മാത്രമല്ല ഗോൾഡ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതൊരു കറൻസി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫെയിൽഡ് ആയത് കാരണം കൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒഴിവാക്കിയത്. അപ്പൊ അതേ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരികയും അത് എത്രമാത്രം വെരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ഡൗട്ട് ഉണ്ട് അല്ല. അപ്പോൾ ഇമാജിൻ ഈ ഒരു ആൾട്ടർനേറ്റീവ് കറൻസി കാര്യങ്ങളെല്ലാം മെയിൻ ആയിട്ട് പറയുന്നത് റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ ഇനി ഒരു റിസർവ് കറൻസി ആക്കി ഒരു ഗോൾഡ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു റിസർവ് കറൻസി ഇഷ്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അത് എത്രമാത്രം ട്രാൻസ്പെറന്റ് ആണ് എന്ന് ആർക്കും വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങൾ ഇന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പോൾ അവർ ആക്ച്വലി ഒരു കറൻസി ഇഷ്യൂ ചെയ്യുന്നത് അത് അവരുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടായിട്ട് തന്നെയാണോ, അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഗോൾഡ് വെക്കുന്നുണ്ടോ, ഗോൾഡ് ഇല്ലാതെയും അവർ കറൻസി പ്രിന്റ് ചെയ്ത് വെറുതെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരു നോർമൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഓഡിറ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിന്റെ ഓപ്പോസിറ്റ് സൈഡോ US ഡോളർ ഒരു സ്റ്റേബിൾ കോയിൻസ് ബ്ലോക്ക് ചെയിൻ വഴി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഗ്ലോബലിയുള്ള ആളുകൾക്ക് അത് വളരെ ഈസി ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. എത്ര സർക്കുലേറ്റിംഗ് സപ്ലൈ ഉണ്ട്, അതിന്റെ മൂവ്മെന്റ് കാര്യങ്ങൾ, സർക്കുലേറ്റിംഗ് സപ്ലൈ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ബാക്ക്ഡ് റിസർവ് കറൻസി എന്നുള്ള ഈ ഒരു ആന്റി US മൂവ്മെന്റിനെല്ലാം വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് മാത്രമല്ല ഇത്തരത്തിലൊരു സ്റ്റേബിൾ കോയിൻസ് വലിയ രീതിയിൽ ഗ്ലോബലി സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഗ്ലോബലി വലിയ രീതിയിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ എസ്പെഷ്യലി അർജന്റീന, തുർക്കി, ലെബനോൺ പോലുള്ള ഹൈലി ഇൻഫ്ലേഷൻ കൂടുതലുള്ള അവരുടെ സെൻട്രൽ ബാങ്ക് തന്നെ കറൻസി ഡീവാല്യുവേഷൻ നടത്തുന്ന വലിയ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യങ്ങളിലുള്ള ആളുകളെല്ലാം അവരുടെ രാജ്യത്തുള്ള കറൻസിയിൽ സേവ് ചെയ്യുന്നതിന് പകരം US ഡോളർ സ്റ്റേബിൾ കോയിൻസിൽ സേവ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റേറ്റ് കൂടി വരും എന്നുള്ളതാണ്. സോ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന അനാലിസിസിന്റെ റിപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60% ഓഫ് ക്രിപ്റ്റോ യൂസേഴ്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് യൂസ് സ്റ്റേബിൾ കോയിൻസ് ഫോർ സേവിങ്സ്. ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള 60% ക്രിപ്റ്റോ യൂസേഴ്സും അവരുടെ രാജ്യത്തുള്ള കറൻസിയിൽ സേവ് ചെയ്യുന്നതിന് പകരം അവരുടെ വാലറ്റിൽ സ്റ്റേബിൾ കോയിൻസ് ആണ് സേവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ യൂസേഴ്സിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈവൻ ഞാൻ പോലും ഇപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള ക്യാഷിനേക്കാളും കൂടുതൽ എൻ്റെ കയ്യിൽ സ്റ്റേബിൾ കോയിൻസ് ആണ് എപ്പോഴും ഉണ്ടാവുക, USDT. കാരണം ഞാൻ കൂടുതൽ എന്താ പറയുക ട്രസ്റ്റ് ചെയ്യുന്നതും US ഡോളറിനെയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു നോർമൽ ക്രിപ്റ്റോ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോങ് ടേമിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ INR കീപ്പ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആണ് സ്റ്റേബിൾ കോയിൻസ് കീപ്പ് ചെയ്യുന്നത്. കാരണം എന്താണ്, INRന്റെ വാല്യൂ ഡോളറായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകരം നമ്മൾ US ഡോളറായിട്ട് കീപ്പ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈസി ആയിട്ട് വാലറ്റിൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും അയക്കാം, ആരും നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അത് മാത്രമല്ല ലോങ് ടേമിൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റേബിൾ കോയിൻസ് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ കറൻസി ആക്കി മാറ്റാം. ഈ ഒരു കറൻസി ഡീവാലുവേഷൻ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ US-ലുള്ള ബാങ്കുകൾ ഈ ഒരു സ്റ്റേബിൾ കോയിൻസ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന്റെ ലെജിറ്റിമസി കുറച്ച് കൂടുകയും ചെയ്യും. ഗ്ലോബലിയുള്ള ഇത്തരത്തിലുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങളിലുള്ള ആളുകളെല്ലാം അവരുടെ കറൻസി ഡിച്ച് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള സ്റ്റേബിൾ കോയിൻസിൽ സേവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കൂടി വരും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് ആ രാജ്യത്തുള്ള കറൻസികളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. US ഡോളറിന്റെ ഡൊമിനൻസ് ഒന്നുകൂടി കൂടാനും സഹായിക്കും. അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഈ ഒരു US ഡോളർ സ്റ്റേബിൾ കോയിൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
അവരുടെ കറൻസികൾ കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു പ്രഷർ കൂടി വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഗ്ലോബലി തന്നെ ഒരു $ഡോളറിൻ്റെ ഡൊമിനൻസ് കൂടുന്ന സമയത്ത് യുഎസിന് ഒരു ജിയോ പൊളിറ്റിക്കൽ ലെവറേജ് കിട്ടും. കൂടുതൽ ആളുകൾ അവരുടെ കറൻസി യൂസ് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ഒരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് $ഡോളർ യൂസ് ചെയ്യുമ്പോൾ. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളെല്ലാം CBDC എന്നുള്ള സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഡെവലപ്പ് ചെയ്യുകയും അത് അവരുടെ രാജ്യത്തുള്ള ആളുകൾക്ക് ഇഷ്ടമല്ലെങ്കിലും അവരുടെ രാജ്യത്തുള്ള സിറ്റിസൺസിൻ്റെ മീതെ അടിച്ചേൽപ്പിക്കുമ്പോൾ US പറയാണ് നമുക്ക് CBDC വേണ്ട, നമുക്ക് CBDC ബാൻ ചെയ്യാം, അത് ആളുകൾക്ക് ദോഷമാണ് ചെയ്യുന്നത്, നമ്മൾ കൂടുതൽ ഫ്രീഡം കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് CBDC ബാൻ ചെയ്യുകയും പകരം സ്റ്റേബിൾ കോയിൻസ് ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് CBDC എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് സ്റ്റേബിൾ കോയിൻസും. CBDC എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാങ്ക് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ ഫുൾ കൺട്രോൾ സെൻട്രൽ ബാങ്കിനായിരിക്കും. അത് ഫുള്ളി സർവൈലൻസ് പറ്റും, ഫുള്ളി ആയിട്ട് നമുക്കത് ഈസി ആയിട്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും, സാങ്ഷൻ ചെയ്യാൻ പറ്റും, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും CBDCയിൽ പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പല രാജ്യങ്ങളിലും CBDCക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മൂവ്മെന്റ് നടക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് US-ലും നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ഞാൻ പ്രസിഡന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും CBDC ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, അത് ബാൻ ചെയ്യും എന്നുള്ളത്. അപ്പോൾ എന്തായി, ഒരു വശത്ത് അവർക്ക് വലിയൊരു ജനപിന്തുണ കിട്ടുകയും ചെയ്തു, ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരുപാട് ഫ്രീഡം കൊടുക്കുന്നുള്ള ഒരു രാജ്യം എന്നുള്ള രീതിക്ക് വലിയൊരു ജനപിന്തുണ കിട്ടുകയും ചെയ്തു. എന്നാൽ ഈ CBDC ഒഴിവാക്കിയിട്ട് സ്റ്റേബിൾ കോയിൻസ് എൻഫോഴ്സ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് ഈ CBDC അജണ്ട തന്നെയാണ് ഈ ഒരു സ്റ്റേബിൾ കോയിൻസിലൂടെ നടപ്പിലാക്കുന്നത്. കാരണം എന്താണ്, സ്റ്റേബിൾ കോയിൻസ് ബ്ലോക്ക് ചെയിനിലൂടെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് അത് സർവൈലൻസ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സാങ്ഷൻ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് CBDCയിൽ സെൻട്രൽ ബാങ്ക് ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ അതോറിറ്റി നേരെ മറ്റുള്ള ബാങ്കുകളിലോട്ട് ഈ ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി എല്ലാ ബാങ്കുകളിലോട്ടും കൊടുക്കുകയും ഈ ബാങ്കുകളെ സെൻട്രൽ ബാങ്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്റ്റേബിൾ കോയിൻസ് എന്ന് പറയുന്നത്. സോ CBDC ഇഷ്യൂ ചെയ്യാതെ തന്നെ CBDC അജണ്ട നടപ്പിലാക്കുകയാണ് US ഇവിടെ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ബിറ്റ്കോയിൻ ഈ ഒരു സ്റ്റേബിൾ കോയിൻസ് കൊണ്ടുണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഗ്ലോബലി സ്റ്റേബിൾ കോയിൻസിന്റെ ഡിമാൻഡ് കാര്യങ്ങൾ, സർക്കുലേഷൻ കാര്യങ്ങളെല്ലാം കൂടുന്ന സമയത്ത് ഗ്ലോബലിയുള്ള മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾക്ക് സ്റ്റേബിൾ കോയിൻസ് ഉപയോഗിച്ചുകൊണ്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിലുള്ള ബാങ്കുകൾ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സപ്പോർട്ടീവ് അല്ല. ഒരുപാട് രാജ്യങ്ങളിൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തന്നെ രാജ്യങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ രീതിയിൽ ബിറ്റ്കോയിനിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്കറേജ് ചെയ്യപ്പെടുന്നുണ്ട്, ടാക്സ് കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിലും. അതേപോലെ തന്നെ ഈവൻ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് US-ലുള്ള ബിറ്റ്കോയിൻ ETF-ൽ വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, അത്ര അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേബിൾ കോയിൻസിൻ്റെ അഡോപ്ഷൻ കൂടുന്തോറും അത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ ഒരു ആൻറ്റി ബിറ്റ്കോയിൻ ആൻറ്റി ക്രിപ്റ്റോ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഈ ഒരു സ്റ്റേബിൾ കോയിൻസ് യൂസ് ചെയ്തിട്ട് ബിറ്റ്കോയിനിലോട്ടും ക്രിപ്റ്റോയിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പോസിബിൾ ആണ് അല്ലേ. അതിപ്പോൾ ഈവൻ ഒരു രാജ്യത്തുള്ള ബാങ്ക് സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ആ രാജ്യത്ത് സ്റ്റേബിൾ കോയിൻസ് അഡോപ്ഷൻ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്രിപ്റ്റോ വാലറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പോസിബിൾ ആവും. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ US-ൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിയൽ വേൾഡ് അസറ്റ് ടോക്കണൈസേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ US-ലെ സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിലും ബോണ്ടുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ടോക്കണൈസ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയിനിലൂടെ ഗ്ലോബലി ആക്സസിബിൾ ആക്കുന്നുണ്ട്. അത് തന്നെ സ്റ്റേബിൾ കോയിൻസിലൂടെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓണ്ടോ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഓണ്ടോ 2 അസറ്റ്സ് അവൈലബിൾ ആണ്. ഒന്ന് USDY എന്നുള്ള ഒരു അസറ്റും ഒന്ന് OUSG എന്നുള്ള ഫിക്സഡ് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന 2 $ഡോളർ ഈൽഡ് പ്രൊഡക്റ്റ് ഉണ്ട് അല്ല. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OUSG എന്ന് പറയുന്നത് ബ്ലാക്ക് റോക്ക് ഇഷ്യൂ ചെയ്യുന്ന BUIDL എന്നുള്ള ഒരു അസറ്റാണ് അവർ ഈ ഒരു ഓണ്ടോ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലൂടെ ഗ്ലോബലി ആക്സസബിൾ ആക്കിയിരിക്കുന്നത്. സോ ഈ ഒരു ബ്ലാക്ക് റോക്കിൻ്റെ ഫണ്ടിൽ നമുക്ക് ലോകത്ത് നിന്ന് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആകെ വേണ്ടത് സ്റ്റേബിൾ കോയിൻസ് ആണ്, USDC ആണ്. അപ്പോൾ USDC ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അമേരിക്കയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ബ്ലാക്ക് റോക്കിൻ്റെ ഫണ്ടിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ രാജ്യത്തിലുള്ള ബാങ്കുകളാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആണ് എന്നുണ്ടെങ്കിലും അവർക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബലിയുള്ള ക്യാപിറ്റൽ കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് US-ലോട്ട് ഫ്ലോ ആവാനുള്ള ഒരു വഴി കൂടിയാണ് ഈ ഒരു സ്റ്റേബിൾ കോയിൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിലൂടെ, സ്റ്റേബിൾ കോയിൻസിന് അഡോപ്ഷൻ കൂടുന്നതിലൂടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് US-ലുള്ള ഡോളർ ഡിനോമിനേറ്റ്
ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു ഓണ്ടോ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെ ഇപ്പോൾ അവർക്ക് സ്റ്റോക്ക് ടോക്കണൈസ് ചെയ്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇഷ്യൂ ചെയ്യാനുള്ള ലൈസൻസും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭാവിയിൽ ആപ്പിൾ, ഫേസ്ബുക്ക്, മെറ്റ മറ്റുള്ള സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം ടോക്കണൈസ് ചെയ്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആവും. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ക്രിപ്റ്റോ വാലറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗ്ലോബലിലുള്ളൊരു ക്യാപിറ്റൽ US തന്നെ ഫ്ലോ ആവാനുള്ള അതിൻ്റെ ഒരു റേറ്റ് വലിയ രീതിയിൽ കൂടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ബ്ലോക്ക് ചെയിനും ടെക്നോളജി കാര്യങ്ങളെല്ലാം ബാങ്കുമായിട്ട് ട്രഡീഷണൽ ബാങ്കുമായിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ലെജിറ്റിമസി കൂടുകയും ഒരു ക്രിപ്റ്റോൻ്റെ അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ കൂടാൻ സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇതിലൂടെ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് US ഡോളർ കഴിഞ്ഞൊരു നൂറ്റാണ്ടായിട്ട് ഒരു വേൾഡ് റിസർവ് കറൻസിയാണ്. പക്ഷേ പല സമയത്തും പല കാലഘട്ടങ്ങളിലും US ഡോളറിന്റെ ഈ ഒരു റിസർവ് കറൻസി സ്റ്റാറ്റസ് എന്നുള്ള ഈ ഒരു സ്റ്റാറ്റസ് പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങൾ, മറ്റുള്ള കറൻസികളൊക്കെ ആയിട്ട്. അപ്പോൾ ഓരോ തവണ ഈ ഒരു റിസർവ് കറൻസി സ്റ്റാറ്റസ് ചലഞ്ച് ചെയ്യപ്പെടുമ്പോഴും അവർ പുതിയ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ആ ഒരു US ഡോളറിന്റെ ഡൊമിനൻസ് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളത് ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, അതായത് 1930-40 കാലഘട്ടങ്ങളിൽ ഇപ്പോൾ വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ലോകത്ത് മൊത്തമുള്ള കുറേയൊക്കെ ഗോൾഡ് US കയ്യിലെത്തിയ സമയത്ത് അവർ ഗോൾഡ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഡോളർ ക്രിയേറ്റ് ചെയ്യുകയും ആ ഡോളറുമായിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ കറൻസിയൊക്കെ പെഗ് ചെയ്യുകയും ഒരു ബ്രിട്ടൻ വുഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു അല്ല. അത് ആക്ച്വലി എന്താണ്, അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സിസ്റ്റമാണ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം. ആ ഒരു സിസ്റ്റം 1972 ആയപ്പോൾ ഫെയിലായി. ആ ഒരു ഫെയിലായപ്പോൾ ഈ ഒരു റിസർവ് കറൻസി സ്റ്റാറ്റസ് പോവും എന്നുള്ള ഒരു അവസ്ഥ വരികയും, പക്ഷേ അതിൽ നിന്നും US കരകയറിയത് എന്തുകൊണ്ടാണ്? അവർ ഈ ഒരു ഗോൾഡ് സിസ്റ്റം മാറ്റിയിട്ട് ഡോളർ സിസ്റ്റത്തിലോട്ട് മൂവ് ചെയ്തു. കാരണം പെട്രോൾ അന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സംഭവമായിരുന്നു. സോ അതുമായിട്ട് അവർ ഈ ഒരു US ഡോളറിന്റെ ഒരു വേൾഡ് റിസർവ് കറൻസി സ്റ്റാറ്റസ്, ഈ ഒരു വേൾഡ് ഡൊമിനൻസ് വീണ്ടും കീപ്പ് ചെയ്തു. ആ ഒരു സ്റ്റാറ്റസ് ആണ് ഇപ്പം നിലവിൽ ചാലഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വീണ്ടും ഈ ഒരു US ഡോളർ ഡൊമിനൻസ് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, വീണ്ടും ഈ ഒരു US ഡോളർ റിസർവ് കറൻസി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറൊരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം അവർക്ക് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ബിൽഡ് ചെയ്യുന്നത്. അത് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ, ബ്ലോക്ക് ചെയിൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു US ഡോളറിന്റെ ഡൊമിനൻസ് വീണ്ടും കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണ് US ഗവൺമെന്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത്, എൻഫോഴ്സ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേബിൾ കോയിൻസ് ബില്ല് പാസ്സാക്കുന്നതിലൂടെ, ബിറ്റ്കോയിൻ സ്ട്രാറ്റജിക് റിസർവ് ബില്ല് പാസ്സാക്കുന്നതിലൂടെ, മറ്റുള്ള ക്രിപ്റ്റോ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ US ഡോളറിന്റെ ഡൊമിനൻസ് കൂട്ടുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഇതിന്റെ പുറകെ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി, ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റും എന്നെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.